ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്ന വാർത്തയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടി ശീതൾ എൽസ ഒരമ്മയായി എന്നുള്ള വാർത്ത. മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരത്തിന്റെ വിശേഷങ്ങൾ വൈറലായി മാറുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. പ്രസവം കഴിഞ്ഞ് മാസങ്ങൾ മാത്രമാണ് കഴിഞ്ഞതെങ്കിലും ഇപ്പോൾ അതൊന്നും വകവയ്ക്കാതെ വയനാട്ടിലേക്ക് തനിക്ക് എന്തൊക്കെ ചെയ്യാനാകുമോ അത് ചെയ്തെത്തിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് തന്റെ പുതിയ വ്ളോഗിലൂടെ. എന്റെ കുഞ്ഞിന്റെ നെയ്മിംഗ് സെറമണി കുറച്ചു ദിവസം മുൻപ് നടന്നതാണ്, എന്നാൽ അതിന്റെ ചിത്രങ്ങൾ ഇപ്പോഴാണ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വയനാടിന്റെ കാര്യങ്ങൾ ആലോചിക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുകയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വയനാട്ടുള്ളവർക്ക് വേണ്ടി കൊച്ചിയിലെ കളക്ഷൻ പോയിന്റിലേക്ക് എത്തിച്ച ഒരുപാട് സാധനങ്ങളുടെ കാര്യങ്ങൾ വീഡിയോ ആക്കി ശീതൾ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും പങ്കുവച്ചിട്ടുണ്ട്. കുഞ്ഞിന് കിട്ടിയ സമ്മാനങ്ങളും കുഞ്ഞിന് വാങ്ങിയ ഉടുപ്പുകളും പാമ്പേഴ്സും ഉൾപ്പെടെ പലതും എടുത്തു വെച്ചിരിക്കുകയാണ് ശീതൾ. കുഞ്ഞിന് വേണ്ടി മാറ്റിവെച്ചതെല്ലാം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അവിടെ പൊന്നു മക്കൾ ഒരുപാടുണ്ട്. എൻ്റെ അരിമണിയുടെ പ്രായമുള്ള കുട്ടികൾ വരെ ഉണ്ടെന്നറിയാം. അവർക്കെല്ലാവർക്കും ഒരു സഹായമാകട്ടെ എന്ന് കരുതി എൻ്റെ കുഞ്ഞുമണിയുടെ ഉടുപ്പ് അവർക്കെല്ലാവർക്കും ചേരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മകന് കിട്ടിയ സമ്മാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. അതുപോലെ ബേബി ലോഷൻ അടക്കമുള്ള വസ്തുക്കളൊക്കെ തന്നെയും കുഞ്ഞുങ്ങളുടെ സ്കിന്ന് നന്നായിരിക്കാനും അവിടെ മഴയും മറ്റുമായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയും ചെയ്തിരിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത്. ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശീതളിൻ്റെ വാർത്തകൾ വൈറലാവുകയാണ്. പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണെന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കാരണം ശീതളിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുന്നു എന്നാണ് പറയുന്നത്. ശീതൾ തൻ്റെ ഈ ഒരു അവസ്ഥയിലും വയനാട്ടിലുള്ളവർക്ക് വേണ്ടി അഹോരാർത്ഥം പ്രവർത്തിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു. വീട്ടിലുള്ള സമ്മാനങ്ങൾ മാത്രമല്ല, കൂടാതെ മാർജിൻ ഫ്രീയിലേക്ക് പോയി തന്നെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കുകയാണ് ശീതൾ. സോപ്പും തുടങ്ങിയുള്ള ആവശ്യ സാധനങ്ങളും അവിടെ ബുദ്ധിമുട്ടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എത്തിക്കാനുള്ള വെപ്രാളത്തിൽ തന്നെയായിരുന്നു ശീതൾ അവിടെ. ശീതളിന് വേണ്ടി ശീതളിൻ്റെ ഹസ്ബൻഡും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു നല്ല മനസ്സിനുടമയായതുകൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇത്രയും ഹാപ്പി ആയ ഒരു കപ്പിളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഭൂരിഭാഗം സമയവും ശീതളിനെ കുറിച്ചും അതുപോലെ ശീതളിന്റെ ഭർത്താവിനെ കുറിച്ചും വരുന്ന കമന്റുകൾ. അത് തന്നെയാണ് അവർ ഇപ്രാവശ്യവും പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ മകനിൽ വന്ന് ഫലിക്കും. അവനായിരിക്കും ഇതിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവുക. നിങ്ങൾ ഈ പ്രസവിച്ച് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ അധ്വാനിക്കുന്നില്ലേ എന്ന് പറയുന്നു. ഇത് ഞങ്ങൾ വീഡിയോ ആക്കി പങ്കുവെക്കുന്നത് ഇത് ആദ്യമായാണ്. ഇതിനു മുൻപ് ഞങ്ങൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വീഡിയോ ആക്കിയിട്ടില്ല. ഇങ്ങനെ വീഡിയോ ആക്കാൻ ഒരു കാരണമുണ്ട് എന്നാണ് ശീതളും ഭർത്താവ് വിനുവും പറഞ്ഞുകൊണ്ട് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കുഞ്ഞിന്റെ നെയ്മിംഗ് സെറമണി ചിത്രങ്ങൾ കിട്ടിയതും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. കുറച്ചു ദിവസം വയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ പങ്കുവയ്ക്കാൻ കുറച്ചുകൂടി വൈകിയത്. എന്നാൽ പങ്കുവച്ച സമയം പലരും അത് അതിൻ്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതാ വയനാടും കേരളവും എല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ കുഞ്ഞിന്റെ നെയ്മിംഗ് സെറമണി ആഘോഷിച്ച് പണമൊക്കെ തകർത്തോ, അവിടെ സഹായിക്കരുത്, ഇങ്ങനെ തുടങ്ങിയുള്ള കമന്റുകളെല്ലാം വന്നത്. എന്നാൽ ഞങ്ങൾ സഹായിക്കാറുണ്ടെന്നും ഇതിനു മുൻപ് ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ പങ്കുവച്ചിട്ടില്ല എന്ന് മാത്രമാണെന്ന് പറയുന്നു. ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾ നടക്കുന്നതിന് എത്രയോ ദിവസം മുൻപാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ നെയ്മിംഗ് സെറമണി കഴിഞ്ഞത്. ഞങ്ങൾ ചിത്രങ്ങൾ പങ്കുവച്ചത് മാത്രമാണ് ആ സമയത്തുണ്ടായത്. ബാക്കിയെല്ലാം തന്നെ നേരത്തെ നടന്നതായിരുന്നുവെന്നും ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ചെയ്തതെന്നും പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ശീതളിന് സപ്പോർട്ടായാണ് എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.